നമുക്ക് ശാന്തമായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 46:10 ശാന്തമാവുക, ദൈവമാണെന്ന് അറിയുക. ശാന്തമാവുക, ദൈവമാണെന്നറിയുക. ദൈവവചന ശ്രവണത്തിനായി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ വികാരങ്ങളെയും ഓർമ്മകളെയെല്ലാം ദൈവവചന ശ്രവണത്തിനായിട്ട് നമുക്ക് ഒരു നിമിഷം ഒരുക്കാം. ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്ന് അറിയുക. അവൻ്റെ സ്വരം ശ്രവിക്കാൻ നമുക്ക് നിശബ്ദരാകാം. സൈലൻസ് സ്പീക്സ് ബെറ്റർ എന്ന് പറയാറില്ലേ? നിശബ്ദതയാണ് കൂടുതൽ വാചാലമാവുക. നിശബ്ദരാകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം, സ്വരം, അവൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ നമ്മൾ ശ്രവിക്കുക. അതുകൊണ്ട് നമുക്ക് ശാന്തമാകാം. മനസ്സിൻ്റെ ശാന്തത, ശരീരത്തിൻ്റെ ശാന്തത, ഹൃദയത്തിൻ്റെ ശാന്തത എല്ലാം നമുക്ക് ആവശ്യമാണ്. രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനം നമ്മൾ വായിക്കുന്നു. ഏലിയ ഒരു ഗുഹയിലായിരുന്നു. അവിടെ അവൻ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ചു. ഏകാന്തത നമുക്ക് ആവശ്യമാണ്. ദൈവസ്വരം, ദൈവശബ്ദം ശ്രവിക്കുവാൻ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഉണർത്തി പ്രാർത്ഥനാപൂർവം തമ്പുരാൻ്റെ തിരുസാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ഈ വചന ശ്രവണത്തിന് വേണ്ടി കാത്തിരിക്കാം. ഹൃദയത്തെ നമുക്ക് ഉണർത്താം. വയലിന് വിത്തെന്നതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിന്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചു പാടാം. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിച്ചു പാടാം. ജീവനേകും ദിവ്യവചനം സ്വീകരിച്ചിടുവാൻ ദൈവമേ ഹൃദയവയലുകളൊരുക്കേണമേ. നമുക്ക് വചനത്തിലേക്ക് വരാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിലെ 33 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു, എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാനത് എഴുതും. ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും. ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ തുടക്കം ദൈവവചനത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ദൈവത്തോടുള്ള ബന്ധം ശക്തിപ്പെടണമെങ്കിൽ നിരന്തരം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ടതായിട്ടുണ്ട്. ദൈവവചനം നമ്മൾ വിസ്മരിച്ച് കളഞ്ഞാൽ ദൈവബന്ധവും നമുക്ക് നശിക്കും. പിന്നെ പാപബന്ധനങ്ങളിലേക്കായിരിക്കും നമ്മൾ നീങ്ങിപ്പോവുക. അതുകൊണ്ടാണ് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനമുണ്ടോ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും. ദൈവം നമ്മോട് സംസാരിക്കുന്നതാണെന്ന് നമുക്കറിയാനും പറ്റും. നിയമാവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 6-ാമത്തെ അധ്യായം 4 മുതലുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഹൃദയത്തിന് വചനം കൊടുക്കുന്ന ഊന്നല നമ്മൾ ഈ ചിന്തയിൽ മുമ്പോട്ട് വയ്ക്കുക. ഹൃദയം എന്ന് പറയുന്നതിന് ഒത്തിരി പ്രാധാന്യമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഇന്ന് ആ കാര്യത്തിൽ ശാസ്ത്രം ഒത്തിരി മുൻപോട്ട് പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ഈ മാംസലമായ ഹൃദയത്തിനപ്പുറം നമുക്കൊരു മറ്റൊരു ഹൃദയമുണ്ട് എന്ന് നമ്മൾ അറിയുക. നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മൾ കണ്ടു വളർന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെയൊക്കെ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന ഇടത്തിൽ ഒരു പക്ഷേ വീടിന് മുമ്പിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിലോ വച്ചിരിക്കുന്ന ചിത്രം ഏതാണ്? യേശുവിൻ്റെ ചിത്രം ഏതാണ്? തൻ്റെ ഹൃദയം നമുക്ക് കാട്ടിത്തരുന്ന കർത്താവിൻ്റെ ഹൃദയമാണ് നമ്മൾ കണ്ടു വളർന്നത്.
ഈശോ ഏതാ മോനെ എന്ന് ചോദിച്ചാൽ കുഞ്ഞുകുട്ടി ചൂണ്ടിക്കാട്ടുന്നത് യേശുതമ്പുരാൻ്റെ ഹൃദയം കാണിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ചിത്രത്തിലേക്കായിരിക്കും. അത് കണ്ടു വളർന്നവരാ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് കർത്താവും നമ്മുടെ ഹൃദയബന്ധം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കുട്ടിക്കാലം മുതൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. യേശു ഹൃദയമുള്ള വ്യക്തിയാണ്. ആ ഹൃദയത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ നമുക്കറിയാം, ഈ മാംസലമായ നമ്മുടെ ശാരീരികമായ ഹൃദയത്തിനപ്പുറം മറ്റൊരു ഹൃദയത്തിൻ്റെ തലമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ദൈവം എപ്പോഴും ഹൃദയത്തിൻ്റെ വിഷയമാണ്, തലയുടെ വിഷയമല്ല. ഹൃദയനിവാസകനാണ് ദൈവമെന്ന് നമ്മൾ അറിയുന്നില്ലേ? ദൈവത്തെ തല കൊണ്ട് അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റുകയില്ല. മറിച്ച് ഹൃദയം കൊണ്ട് അന്വേഷിക്കണം. അപ്പോഴാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തുക. തലയുടെ ഒരു വിഷയമല്ല ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ട കാര്യം ദൈവം ഹൃദയത്തിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് ഹൃദയമുള്ളവരാവുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഹൃദയത്തിന് ഒരുപാട് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവം ബുദ്ധിയുടെ വിഷയമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? ദൈവം ഹൃദയത്തിൻ്റെ വിഷയമാണെങ്കിൽ നമുക്കറിയാം, എവിടെയാ സ്നേഹം നമ്മൾ കണ്ടെത്തുക? തലയിലകത്ത് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് നിങ്ങളും പറയും. അതേസമയം സ്നേഹം എവിടെയാണ് നമ്മൾ സംഗ്രഹിച്ച് വെച്ചിരിക്കുക? അത് ഹൃദയത്തിലല്ലേ. ദൈവത്തെ നമ്മൾ എന്താ വിളിക്കുക? ദൈവത്തെ നമ്മൾ സ്നേഹമെന്നാണ് വിളിക്കുക. ദൈവം തന്നെ സ്നേഹമാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് ഹൃദയത്തിന് കുറേ കൂടെ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക്. നമ്മൾ ആരെങ്കിലും തലകൊണ്ട് സ്നേഹിക്കാറുണ്ടോ? ഇല്ല. ഹൃദയം കൊണ്ടല്ലേ നമ്മൾ മനുഷ്യരെയും ദൈവത്തെയും ഒക്കെ സ്നേഹിക്കുക. അതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. ബുദ്ധിയുടെ തലമ്പിനെ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? കാര്യങ്ങളൊക്കെ വിവേചിച്ച് മനസ്സിലാക്കാൻ, ചിന്തിച്ചറിയാൻ ഒക്കെ ബുദ്ധി നമുക്ക് ആവശ്യമാണ്. ഇന്ന് ബുദ്ധിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന കാലമാണെന്ന് നമുക്കറിയാം. തലയുള്ളവരെ സൃഷ്ടിച്ചു വിടാൻ വേണ്ടി എന്തെല്ലാം പടയൊരുക്കങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുക. വിദ്യാലയങ്ങൾ, പഠന കേന്ദ്രങ്ങൾ, ശാസ്ത്രീയമായ അപഗ്രഥനങ്ങൾ. മനുഷ്യൻ തലമാത്രമുള്ളവനായിട്ട് വരുമ്പോൾ ഒരുപക്ഷെ അവൻ്റെ ഹൃദയം ചുരുങ്ങി പോകുമായിരിക്കും. ഈ തലയ്ക്ക് കൊടുക്കുന്ന, പഠനത്തിന് കൊടുക്കുന്ന, അറിവിൻ്റെ മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം, ചിന്തയുടെ മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിനോട് കൊടുത്തില്ലെങ്കിൽ മനുഷ്യൻ തലമാത്രമുള്ളൊരു വ്യക്തിയായിട്ട് മാറും. സ്നേഹമൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് അവൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും ഒക്കെ താണുപോവുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താ മനസ്സിൻ്റെ തലമെന്ന് പറയുന്നത്? ആ തീരുമാനത്തിൻ്റെ തലമാണ്. കാര്യങ്ങളൊക്കെ വിഭജിച്ച് മനസ്സിലാക്കാൻ, നന്മ ഏതാണ്, തിന്മ ഏതാണ്, ചെയ്യേണ്ട കാര്യം ഏതാണ്, ചെയ്യരുതാത്ത എന്താണെന്നൊക്കെ നമുക്ക് വിഭജിച്ച് മനസ്സിലാക്കി നമുക്ക് മനസ്സിൻ്റെ തലവും വികസിപ്പിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മനസ്സിൻ്റെ നന്മയെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നന്മയും തിന്മയും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും. മനുഷ്യരൊക്കെ ദൈവിക ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ലേ? ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം വളരെ കൃത്യതയോടെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നുള്ള കാര്യം. എന്താ ഈ മനുഷ്യൻ്റെ ഛായയും സാദൃശ്യം എന്നൊക്കെ പറയുക? അത് അവനിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ദാനങ്ങളായ ഹൃദയവും മനസ്സും ആത്മാവും ബുദ്ധിയുമൊക്കെയാണ്. ഇവിടെയാണ് മറ്റ് തിരിയക്കുകളിൽ നിന്ന് മനുഷ്യർ വ്യത്യസ്തരായ തിരിക. മറ്റു ജീവികൾക്കൊക്കെ ആത്മാവും മനസ്സും ഹൃദയമൊക്കെ ഉണ്ടെന്ന് പറയും നമ്മളെ കൊണ്ടാവില്ല. ഏതായാലും മനുഷ്യനുള്ളതുപോലെ മൃഗത്തിനില്ല എന്ന് ഉള്ളത് തർക്കമില്ലാത്ത വിഷയം കൂടിയാണ്. അപ്പോൾ മൃഗത്തിൽ നമ്മളെ വ്യത്യസ്തമാക്കുന്ന ചില തലങ്ങളാണ് ഹൃദയത്തിൻ്റെ തലം, മനസ്സിൻ്റെ തലം, ബുദ്ധിയുടെ തലം, ചിന്തയുടെ തലം എന്നൊക്കെ പറയുക. പക്ഷേ ഈ മാനുഷികമായ ഈ തലങ്ങളെ നമ്മൾ ദൈവികത കൊണ്ട് നിറയ്ക്കണം. നമ്മുടെ മാനുഷികതയെ നമ്മൾ ദൈവികത കൊണ്ട് നിറയ്ക്കാതെ പോയാൽ അത് മൃഗീയമായി തീരും. വിവേചന ശക്തി ഇല്ലാത്തതായിട്ട് മാറും. വെറും ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ പേരിൽ മാത്രം ജീവിക്കുന്ന ജീവികളായി നമ്മൾ രൂപാന്തരപ്പെടും. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മാനുഷികതയെ ദൈവികത കൊണ്ട് നിറയ്ക്കണമെന്ന് നമ്മൾ പറയുക. അതിനുള്ള എല്ലാ വഴികളും ദൈവം നമുക്ക് വേണ്ടി തുറന്ന് വച്ചിട്ടുണ്ട്. ഈ ദൈവവചനം തന്നെ അതല്ലേ? നമ്മുടെ ഉള്ളുകളെ ദൈവികത കൊണ്ട് നിറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധ്യാനവും പഠനവും പ്രാർത്ഥനയും ഒക്കെ. അത് നമ്മളെ വഴികാട്ടുന്നതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവികത വളരണം. മാനുഷികത മാത്രം പോരാ, വെറും മനുഷ്യനായി മാത്രം ജീവിച്ചാലും പോരാ. ദൈവികതയുള്ള മനുഷ്യരായി ജീവിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിനും മനുഷ്യനുമൊക്കെ സ്വീകാര്യരായി രൂപാന്തരപ്പെടുക എന്ന സത്യം നമുക്ക് ഓർക്കണം. നമുക്കൊരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് തമ്പുരാന് നമ്മുടെ മനുഷ്യത്വത്തെ ഓർത്ത് സ്തുതി പറയാം.
ദൈവം നമ്മളെ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച് അവൻ്റെ ഛായാ സാദൃശ്യങ്ങൾ നമുക്ക് തന്ന് നമ്മൾ ഈ തിരിയക്കുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിലേക്ക് ഉയർത്തി തൻ്റെ ഛായയും സാദൃശ്യവും നമ്മളെ ദൈവികരാക്കി. ദൈവമേ, എനിക്ക് തന്നിരിക്കുന്ന ഈ മനുഷ്യത്വത്തെ ദൈവികത കൊണ്ട് ഈ സമയം നിറയ്ക്കണമേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിലേക്ക് പോകാം. ദൈവം പറയുന്നു, എൻ്റെ ജനം 2 തെറ്റുകൾ ചെയ്തു. ജീവന്റെ ഉറവിടമായ എന്നെ അവർ പരിത്യജിച്ചു. അതേസമയം ജീവജലം നൽകാൻ പറ്റാത്ത പൊട്ടക്കിണറുകൾ അവർ തേടുകയും ചെയ്തു. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവമില്ലാത്ത അവസ്ഥയിൽ ഭൗതികമായ, ലൗകികമായ, ജഡികമായ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയും ജീവിതവും മാറ്റിവെക്കുക. അപ്പോഴങ്ങനെയുള്ളൊരു വ്യക്തി തെറ്റിലേക്കാണ് പോവുക. ദൈവത്തിനെതിരായോ മനുഷ്യനെതിരായോ തെറ്റുകൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ തിന്മ ഭൂമിയിൽ വർദ്ധിച്ചു വരുന്നുവെന്ന് നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ഭൂമിയിൽ മനുഷ്യൻ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവായ ദൈവം പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഈ തിരുവചനത്തെക്കുറിച്ച് വയലാറിനൊരു കവിതയുണ്ട്. പണ്ടേ നമ്മൾ പിരിഞ്ഞതല്ലേ പരിതപിച്ചു ദൈവം എന്ന് പറഞ്ഞ ഒരു നിരീശ്വര കവിതയാണത്. എങ്കിൽ പോലും ഈ ഒരു സന്ദർഭത്തെ അദ്ദേഹം ഈ കവിതയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. ഇനി 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഈ ഭൂമുഖത്ത് മനുഷ്യനെ ഞാൻ തുടച്ചു നീക്കും എന്ന് കർത്താവ് പറയുകയാണ്. കഠിനമായ ഒരു തീരുമാനം ദൈവം എടുക്കുന്നുണ്ട്. പക്ഷേ മറ്റും നമ്മൾ കാണും. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം വിജയം വരിക്കുന്നു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, അവിശ്വസ്ത മക്കളെ തിരിച്ചു വരിക, ഞാൻ എന്നേക്കും കോപിക്കുകയില്ല. അതാ ഞാൻ പറഞ്ഞത്, കോപത്തിൻ്റെ മേൽ സ്നേഹം വിജയം വരിക്കുന്നുവെന്ന്. ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മളതിങ്ങനെയാണ് കാണുക. ഭൂമുഖത്ത് നിന്ന് ഞാൻ ഈ മനുഷ്യകുലത്തെ മുഴുവൻ തുടച്ചു നീക്കുമെന്ന് കഠിനമായ ഒരു തീരുമാനമെടുക്കുന്ന ദൈവത്തിൻ്റെ മുഖം. പക്ഷേ നമ്മുടെ ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം കാരുണ്യവാനായിട്ട് കാണപ്പെടുകയാണ്. കോപത്തിൻ്റെ മേൽ സ്നേഹം വിജയം വരിക്കുന്ന ഒരു അനുഭവം നമ്മളിവിടെ കണ്ടെത്തുന്നുണ്ട്. വചനം നമ്മോട് പറയുന്നു, അവിശ്വസ്ത മക്കളെ തിരിച്ചു വരിക, ഞാൻ എന്നേക്കും കോപിക്കുകയില്ല. അത് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം വിജയം വരിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തികൾക്ക് തന്നെ മാറ്റമുണ്ടാവുകയാണ്. ദൈവം കാരുണ്യവാനാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള തിരുവചനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോഴാണ്. നമുക്കൊരു നിമിഷം വീണ്ടും നമ്മുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നല്ല ദൈവമേ, ഞങ്ങളുടെയൊക്കെ പാപങ്ങളുടെ മുമ്പിൽ നീ എന്തുമാത്രം കാരുണ്യവാനാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് ഈ വചനം നൽകുന്ന വെളിച്ചത്തിലാണ്. ഞങ്ങൾക്ക് എത്ര തെറ്റുകളും കുറ്റങ്ങളും വന്നാലും നീ ഞങ്ങളെ ശിക്ഷിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയാലും നീ പിന്നെയും കാരുണ്യവാനാണ് നിങ്ങൾ തിരിച്ചറിയുന്നു. നിൻ്റെ സ്നേഹം നിൻ്റെ കോപത്തിന് മുന്നിൽ വിജയം വരിക്കുന്നത് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അതുകൊണ്ട് നിൻ്റെ സ്നേഹത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് വീണ്ടും വചനത്തിലേക്ക് വരാം. മനുഷ്യൻ്റെ ഹൃദയം ദുഷിച്ചു എന്നുള്ളതാണ് നമ്മൾ തിരുവചനത്തിൽ കണ്ടെത്തുന്ന കാര്യം. ഉള്ളിൽ ദുഷിപ്പ് നിറയുമ്പോൾ അത് ചെറിയ കാര്യം മതി എന്ന് നമ്മൾ തിരിച്ചറിയുക. ഉദാഹരണത്തിന് ഹെബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വിദ്വേഷത്തിൻ്റെ വേര് വളർന്നാൽ നമ്മൾ അശുദ്ധരാകുമെന്നാണ് പറയുക. ചെറിയൊരു വെറുപ്പ് മതി, വലിയ കാര്യങ്ങളൊന്നും വേണ്ട ഹൃദയം അശുദ്ധമാകാൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്നാൽ നമ്മുടെ ഹൃദയം അശുദ്ധമാകും. ഇപ്പോൾ ചെറിയ വെറുപ്പിന് പോലും നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുക്കണം എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് നമ്മളെ അശുദ്ധരാക്കി മാറ്റുന്നു.
ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം വീണ്ടും മറ്റൊരു വെളിച്ചം നമുക്ക് നൽകുകയാണ്. 17-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാംവിധം ദുഷിച്ചതുമാണ്. അപ്പോൾ ഹൃദയത്തിൽ ദുഷിപ്പുണ്ടാകുന്നു. ആ ഹൃദയത്തിൻ്റെ ദുഷിപ്പ് മനുഷ്യ വ്യക്തിത്വത്തെ മാത്രമല്ല സമൂഹത്തെ കൂടെ ബാധിക്കുന്നു. ഈ സമൂഹം മുഴുവൻ ആ ദുഷ്ടതയിൽ, ആ ദുഷിപ്പിൽ മുന്നേറുകയാണ്. അതുകൊണ്ടാണ് മാനസാന്തരത്തിൻ്റെ കൃപകളൊക്കെ നമുക്ക് ഇന്നും ചോദിക്കേണ്ടതായിട്ടുള്ളത്. വീണ്ടും നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 7-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വചനം വായിക്കും, നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ച് വീണ്ടും കർത്താവ് തന്നെ പറയുന്നത്. ഞാനൊരിക്കലും ഒരു ധ്യാന സെൻറ്ററിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കുംഭസാരത്തിൻ്റെ പിറ്റേ ദിവസം ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്നു. നല്ല വിദ്യാഭ്യാസവും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഇന്നലെ കുമ്പസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? കുമ്പസാരിക്കാൻ ധാരാളം സൗകര്യം ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ ഞാൻ നോക്കിയിട്ട് ഒരു പാപവും കണ്ടില്ല. ഒരു പാപവും കാണാതിരുന്നുകൊണ്ട് പിന്നെ എങ്ങനെയാ കുമ്പസാരിക്കുക? ഏറ്റു പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു പാപവും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ മനുഷ്യൻ അസ്വസ്ഥനാവുകയാണ്. ഞാൻ ആ സഹോദരനെ എൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ട് കുറേ നല്ല കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ ബൈബിൾ എടുക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ചെറിയ ബൈബിൾ എടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, മർക്കോസിന് സുവിശേഷം 7-ാമത്തെ അധ്യായം കണ്ടുപിടിക്കാം. അദ്ദേഹത്തിന് മർക്കോസ് ഏതാ, ലൂക്ക ഏതാ, മത്തായി ഏതാ വലിയ ഇതൊന്നുമില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞനുസരിച്ച് കണ്ടെത്തി 7-ാമത്തെ അധ്യായം എടുത്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി എന്ന് പറയുന്ന ഒരു തലക്കെട്ടിൽ ഏതാനും കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നു, വായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞനുസരിച്ച് അദ്ദേഹം വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കർത്താവ് പറഞ്ഞ ഒരു വലിയ സെൻറ്റൻസ്, ഒരു വാക്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം വായിച്ചു, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്തകൾ, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറത്തു വരുന്നത്. അല്പസമയം നിശബ്ദതയ്ക്ക് ശേഷം ഞാൻ ചോദിച്ചു, ഇതിലേതെങ്കിലും സഹോദരൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കാമോ? എൻ്റെ നേരെ മുഖമുയർത്തിയിരുന്ന ആ മനുഷ്യൻ മുഖം താഴ്ത്തിയെത്തിട്ട് പറഞ്ഞു, ഇതിനകത്തുള്ളത് മിക്കവാറും എൻ്റെ ജീവിതത്തിലുണ്ട് അച്ഛാ. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, നോക്കേണ്ടിടത്ത് നോക്കണം പാപം കാണണമെങ്കിൽ. പലപ്പോഴും നമ്മൾ നമ്മുടെ പാപങ്ങൾ കാണാൻ നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ ജീവിതത്തിലേക്കാണ് പലപ്പോഴും തിരിഞ്ഞു നോക്കുക. അവൻ ആ കുറ്റമുണ്ട്, ഈ കുറ്റമുണ്ട്, അവൻ ആ അശുദ്ധിയുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോവുക. നമുക്ക് നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം. നോക്കേണ്ടത് ഹൃദയത്തിലാണ്, വേറെ സ്ഥലങ്ങളിലൊന്നുമല്ല, ഇടങ്ങളിലൊന്നുമല്ല. ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് പറഞ്ഞു 13 തിന്മകൾ നമ്മൾ കണ്ടെത്തും. അതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെയോ എൻ്റെയോ ഒക്കെ ജീവിതത്തിലൂടെ തിരിച്ചറിയുമ്പോഴാണ് അത് നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഹൃദയത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പലരും പറയും, കുർബാനയ്ക്ക് പോയിട്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല, വീട്ടിലാണെങ്കിൽ പ്രാർത്ഥന മെക്കാനിക്കലായിട്ട് പോവുകയാണ്, ബൈബിൾ വായിച്ചിട്ട് ഒരു ദൈവ അനുഭവം ഉണ്ടാകുന്നില്ല, നന്മ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പരാതിപ്പെടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഹൃദയത്തിൽ അശുദ്ധി കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ അസാധ്യമായി തീരുക എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പം നമ്മൾ ഓർക്കണേ, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ നിഗമനത്തിലെത്തുകയാണ്. കർത്താവ് പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവനാണ് ദൈവത്തെ കാണുന്നത്. ഹൃദയശുദ്ധി നഷ്ടപ്പെട്ടാൽ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല, ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, ദൈവവും ദൈവിക കാര്യങ്ങളും നമുക്ക് അനുഭവമായി മാറില്ല. അതേസമയം ദൈവികമല്ലാത്ത തിന്മയുടെ തലങ്ങളിലുള്ളതെല്ലാം നമുക്ക് അനുഭവമായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി ദൈവത്തെ കാണാനും ദൈവിക കാര്യങ്ങളിൽ മനസ്സ് മുഴുകി ജീവിക്കാനും നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഹൃദയത്തെ വിശുദ്ധമാക്കി മാറ്റിയേ പറ്റൂ. നമ്മുടെ ഹൃദയം ദുഷിച്ചാൽ നമ്മുടെ ചിന്തകൾ ദുഷിക്കും. നമ്മുടെ ഹൃദയം ദുഷിച്ചാൽ ബന്ധങ്ങൾ തകരും. നമ്മുടെ ഹൃദയം അശുദ്ധമായാൽ അതിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം അശുദ്ധമായിരിക്കും, നന്മ പുറപ്പെടുവിക്കുകയില്ല. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത് കാത്തു സൂക്ഷിക്കുക നമുക്കെല്ലാവർക്കും ആവശ്യമായ കാര്യമാണ്, നമുക്ക് ബോധ്യപ്പെടാം.
ദൈവ അനുഭവത്തിലും ദൈവ നന്മയിലും ഹൃദയത്തെ സൂക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്നാണ് എല്ലാ നന്മയും തിന്മയും പുറപ്പെടുക എന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ, നന്മ പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഹൃദയത്തിൻ്റെ പരിശുദ്ധി നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. യേശുതമ്പുരാൻ തുറന്നിയ ഒരു പാഠപുസ്തകമാണെന്ന് നമ്മൾ അവിടുന്ന് തന്നെ പറഞ്ഞു തരും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കും, 28-29 നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ് പറയുക. യേശു ഒരിക്കലും തലയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. അതേസമയം പറയും, ബുദ്ധിമാന്മാരും വിവേകികൾ എന്നൊക്കെ മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ് എൻ്റെ പിതാവിൻ്റെ ഹിതം. അപ്പോഴേ ഹൃദയത്തിൻ്റെ നൈർമല്യമുള്ളവർക്കാണ് ദൈവത്തെ കാണാൻ സാധിക്കുക, ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഈ ദൈവാനുഭവത്തിൻ്റെ മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കർത്താവ് നമ്മോട് പറയും, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ആശ്വാസവും ശക്തിയും കൃപകളും ഒക്കെ കിട്ടുക. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവൻ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് പഠിക്കുവൻ. ഹൃദയം ഒരു തുറന്ന പുസ്തകം പോലെ അവൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അവൻ്റെ ഹൃദയഭാവങ്ങൾ തിരിച്ചറിയുക. ഓരോ സന്ദർഭത്തിലൊക്കെ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട ആ നല്ല നല്ല ഭാവങ്ങളെക്കുറിച്ച് നമുക്ക് ഒത്തിരി ധ്യാനിക്കാൻ പറ്റും. സ്നേഹത്തിൻ്റെ, കരുണയുടെ, ആർദ്രതയുടെ, അനുകമ്പയുടെയൊക്കെ എത്രയോ നല്ല നല്ല ഭാവങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയത് മനുഷ്യ ജീവിതങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ് നമുക്ക് ജീവിക്കാനുള്ളത്, പഠിക്കാനുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. ഹൃദയത്തിനൊരു ഭാഷയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? ഉണ്ട്. ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയും തലയുടെ ഭാഷയല്ല. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 24-13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ജെറൂസലത്ത് നിന്ന് എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ കഥ പറയുന്നുണ്ട്. അവർ വഴിനീളം തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് നടന്നുപോയി എന്നാ പറയുക. യേശുവിനെക്കുറിച്ച് തലകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി അവർ. യേശു എന്ന് പറയുന്ന വ്യക്തി പരാജയപ്പെട്ടൊരു വ്യക്തിയാണെന്ന് അവർക്ക് തോന്നി. കാരണം അവൻ്റെ കുരിശുമരണം ആ വെള്ളിയാഴ്ച നടന്ന സംഭവം ഒരു കഠിനമായ യാഥാർത്ഥ്യമായിരുന്നു അവരുടെ ജീവിതത്തിന് മുമ്പിൽ. അതുകൊണ്ടത് തലകൊണ്ട് ആലോചിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ തങ്ങളിൽ തർക്കിച്ചും വാദിച്ചും അവർ പോവുകയായിരുന്നു അവരുടെ സ്ഥലത്തേക്ക്. എമ്മാവുസിലേക്ക് അവർ നടന്നു പോവുകയായിരുന്നു. അവിടെ കർത്താവ് ഇടപെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് അവൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരോട് സംസാരിച്ചപ്പോഴാണ് അവർക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അവർ ഏറ്റുപറഞ്ഞത്. അവർ വീണ്ടും യേശുതമ്പുരാൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും ഒക്കെ നിറവേറിയ ജെറൂസലേക്ക് തിരിച്ച് പോവുക. അപ്പോൾ തലകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തർക്കവും വാദവും ഭിന്നതയൊക്കെ ഉണ്ടാകും. ഒരു കുടുംബത്തിലെ കാര്യം എടുത്തോളൂ. ഭാര്യയും ഭർത്താവും ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ ജീവിക്കാൻ തുടങ്ങും. തർക്കവും വാദവും ഒന്നുമില്ല. ഭാര്യയുടെ തലയിൽ കയറിയ ഒരാശയവും ഭർത്താവിൻ്റെ തലയിൽ കയറിയ ഒരാശയവും തമ്മിൽ യോജിക്കാതെ വരുമ്പോൾ തലയും തമ്മിലുള്ള അടിയുണ്ടാകും. അവിടെ ഭിന്നതയായി, വഴക്കായി, എന്തെല്ലാം കാര്യങ്ങളാണ് പിന്നീട് ഒരുപക്ഷെ അവിടെ നടക്കാൻ സാധ്യതയുള്ളത്. പല പ്രസ്ഥാനങ്ങളും തലയും തമ്മിലുള്ള അടികൊണ്ട് നശിച്ചു പോകുക നമുക്കറിയാം. രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഈവൻ മതത്തിൽ പോലും നമുക്ക് അങ്ങനെ ചില കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. തലകൾ തമ്മിലുള്ള സംഘട്ടനം. അതേസമയം ഹൃദയങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ സ്നേഹവും സന്തോഷവും സമാധാനവും ഹൃദയ ഐക്യവും ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഹൃദയത്തെ നമ്മൾ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് നല്ല ഹൃദയമുള്ള മനുഷ്യരായി തീരുക എന്ന് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓസ്കാർ വൈൽഡിൻ്റെ കഥ, ആ കഥ ഇങ്ങനെയാണ് പോവുക. രാജകുമാരിയുടെ 12ാം പിറന്നാൾ എന്ന് പറഞ്ഞൊരു കഥയായിരുന്നു അത്. 12ാമത്തെ വയസ്സിന് പ്രത്യേകതയുണ്ട്. കാരണം ടീനേജ് തുടങ്ങുന്ന അല്ലെങ്കിൽ ബാല്യപ്രായം അവസാനിക്കുന്ന ഒരു ഘട്ടമാണ് ഈ 12ാം വയസ്സ്. 13 ടീനേജ് ആരംഭിക്കുക. രാജകൊട്ടാരത്തിൽ ഇത് വളരെ, ഈ 12ാം പിറന്നാൾ വളരെ കാര്യമായിട്ട് ആഘോഷിക്കുകയാണ്. രാജകുമാരി എല്ലാ കാര്യങ്ങളിലും ഒരുക്കി അണിയിച്ചൊരുക്കി സ്റ്റേജിൽ കൊണ്ടുവന്നു. വലിയ പ്രഭാഷണങ്ങളും ആശംസകളൊക്കെ മന്ത്രിയും അതുപോലുള്ള വലിയ ആളുകൾ അർപ്പിച്ചു. പിന്നെ കലാപരിപാടികളുടെ സമയമായി. കലാപരിപാടികൾ തുടങ്ങി. പാട്ടും നൃത്തവും ആട്ടവും എല്ലാം ഉണ്ടായി. അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന കൂനനായ, കറുത്ത് ഭംഗിയില്ലാത്ത ഒരു കൂനനായ ഒരു നീഗ്രോബാലൊരു വല്ലാത്ത ആഗ്രഹം. രാജകുമാരിക്ക് ഒരു പൂവും കൊടുക്കണം, ഒരു നൃത്തവും ചെയ്യണം. അവനൊത്തിരി കരഞ്ഞു പറഞ്ഞു. അവസാനം അവൻ്റെ ഈ ദയനീയത കണ്ടിട്ട് സംഘാടകർ ഇതൊക്കെ അനുവദിച്ചു. അവൻ സ്റ്റേജിൽ കയറി
രാജകുമാരിക്ക് ഒരു പുഷ്പവും കൊടുത്ത് ആശംസകളും അർപ്പിച്ചു. പിന്നെ അവൻ നൃത്തം തുടങ്ങി. ഈ കൂരിയിരിക്കുന്ന ഈ നീഗ്രോ ബാലൻ്റെ നൃത്തം കണ്ട് രാജകുമാരി കഴുത്തിൽ കിടന്ന മാലയൊക്കെ എടുത്തെറിഞ്ഞ് ചിരിക്കുകയാണ്. നൃത്തം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഇവർ നൃത്തം എനിക്കാണ്, അതുകൊണ്ട് അവനെ ആ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവരവനെ ആ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴല്ലേ ഈ കറുത്ത കൂനനായ നീഗ്രോ ബാലന് മനസ്സിലായത് രാജകുമാരി ചിരിച്ചത് തൻ്റെ നൃത്തം കണ്ടിട്ടൊന്നുമല്ല, തൻ്റെ ഈ വൈരൂപ്യം കണ്ടിട്ടാണ് രാജകുമാരി ചിരിച്ചത്. അവൻ ഹൃദയം പൊട്ടി മരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജകുമാരി പറഞ്ഞു, ആ കുട്ടിയെ ഒന്നുകൂടെ കൊണ്ട് അവന് നൃത്തം കൂടെ കാണണം എനിക്ക്. അവർ മുടന്തൻ ന്യായമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിച്ചു. രാജകുമാരി തന്നെ ഇറങ്ങിച്ചെന്നു, കടന്നു ചെന്നു ആ ഗ്രീൻ റൂമിലേക്ക്. അപ്പോഴാണ് ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുന്ന ബാലനെ കണ്ടെത്തുക. രാജകുമാരി പറഞ്ഞു, ഇനി മേലിൽ ഹൃദയമുള്ള ആരെയും എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നേക്കരുത് എന്ന്. ഈ കഥയ്ക്ക് ഒത്തിരി വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ പോലും നമുക്കൊരു കാര്യം ഓർമ്മിക്കാം, അത് മറ്റൊന്നുമല്ല, ഹൃദയത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നല്ല ഹൃദയമുള്ള മനുഷ്യരായി ജീവിക്കണം, അതും ഹൃദയമുള്ളവരാവുക. ഒരുപാട് അറിവും ഒരുപാട് സാമർഥ്യവും ഒരുപാട് വിജ്ഞാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഹൃദയമില്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തികളുടെ ജീവിതം എന്നൊക്കെ പറയുന്ന അരോചകമാകുന്നില്ലേ? നമുക്കതുകൊണ്ട് നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായി തീരണം എന്ന ഒരു സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം. ഒരുപക്ഷെ നമുക്ക് ധാരാളം പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ബുദ്ധിക്കപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. ഹൃദയത്തെ മുഴുവനും വിശുദ്ധീകരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നിർമ്മലമായൊരു ഹൃദയവുമായി ജീവിക്കുമ്പോൾ നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടി, ഹൃദയത്തിൻ്റെ പൂവാടി എന്നൊക്കെ സിനിമാ പാട്ടുകളൊക്കെ കേൾക്കുന്ന പല്ലവികൾക്കൊക്കെ അർത്ഥമുണ്ടാകും. ഹൃദയമുള്ള മനുഷ്യരുടെ കൂടി ജീവിക്കാൻ എന്താ സുഖം! അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് നമ്മോട് പറയും, നിങ്ങൾ എൻ്റെ ഹൃദയം പോലെ ഹൃദയമുള്ളവരായി ജീവിക്കുക എന്ന്. അവൻ്റെ ഹൃദയത്തിലെ ലോലഭാവങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനാവട്ടെ. അതെന്നിട്ട് നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, കൂടി ജീവിക്കുന്നവർക്ക് കൊടുക്കാനാവട്ടെ. അപ്പോൾ ഹൃദ്യമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി നമുക്ക് മാറാനാവും എന്ന് നമുക്ക് ഓർമ്മിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് ശാന്തമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ കൊച്ചുനാൾ മുതൽ കണ്ടു വളർന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും ഒന്നുകൂടി കൊണ്ടുവന്നിട്ട് നമുക്ക് തമ്പുരാനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നീ നിൻ്റെ ഹൃദയം ഞങ്ങൾക്ക് ചൂണ്ടി കാട്ടി തന്നുകൊണ്ട് നിൻ്റെ ഹൃദയം പോലൊരു ഹൃദയം നിങ്ങൾക്കുമുണ്ടാകണം ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ അശുദ്ധികളെ തിരിച്ചറിയാൻ ഞങ്ങൾക്കൊരു മൂന്നാം കണ്ണ് തരയണമേ. എല്ലാ അശുദ്ധിയും എടുത്തു മാറ്റി ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാൻ, അതിൽ നന്മ നിറയ്ക്കാൻ, ആ നന്മയിൽ നിന്ന് അനേകർക്ക് നന്മ കോരിപ്പകരാൻ നീ ഞങ്ങളെ കർത്താവെ പ്രത്യേകമാവിധം സഹായിച്ച് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ അശുദ്ധിയും മാറ്റി നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ ഞങ്ങൾക്ക് തന്ന് അത് ഞങ്ങളുടെ സമൂഹത്തിലെ, ഞങ്ങളുടെ കുടുംബത്തിലെ, ഞങ്ങൾ വ്യക്തിപരമായി ബന്ധപ്പെടുന്ന വ്യക്തികളുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു കൊടുത്ത് നിൻ്റെ ഹൃദയത്തിൻ്റെ ആ സന്തോഷവും നന്മയും സമാധാനമൊക്കെ പങ്കുവയ്ക്കാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയം കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ. ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കുകയും ചെയ്യണമേ. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.